അക്രമം അക്രമം അടിച്ച് തകർക്കുക, അയൺ ഹാൻഡ്, അല്ലാതെ മറ്റൊന്നും അവിടെ പറ്റില്ല. അഴിമതി ഇല്ലാതാക്കുക. അഴിമതി ഉണ്ട് എന്നൊരു സത്യമാണ്. ഈ അഴിമതി ഞാൻ സമ്മതിക്കുന്നില്ല. അതിനെതിരായിട്ട് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നത്. അങ്ങനെ ആര് ബുദ്ധിമുട്ടുണ്ടാക്കിയാലും നിയമ നടപടി സ്വീകരിക്കും, അറസ്റ്റ് ചെയ്യും, ജയിലിലും. മന്ത്രിയാണ് കാണിക്കുന്നതെങ്കിൽ, ഇപ്പോൾ ഒരു മന്ത്രിക്ക് സംഭവിച്ച ഒരു 2 മന്ത്രിമാർ ജയിലിലാണ്. ആരഴിമതി കാട്ടിയാലും ശക്തമായ നടപടി ഉണ്ടാവും. അതിന് ഗവർണർക്കെതിരെ നെറേറ്റീവ്സ് വരുന്നുണ്ട്. അതൊന്നും ഞാൻ ഗവനിക്കാറില്ല. അഴിമതി, അക്രമം, വയലൻസ്, കറപ്ഷൻ, ഈ 2 കാര്യം ബംഗാൾ സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കിയാൽ ബംഗാൾ മനോഹരമായ ഒരു പ്രദേശം തന്നെയാണ്. ടാഗോർ പറഞ്ഞതുപോലെ ബംഗാളിയിൽ ബാംഗ്ലാർ മാട്ടി, ബാംഗ്ലാർ ജോൾ, ബാംഗ്ലാർ ബായു, ബാംഗ്ലാർ ഫൽ, പുനോഹോക് 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 ഹേ ഭഗവാൻ എന്നത് അവിടുത്തെ നാഷണൽ സോങ് ആണ്. ബാംഗ്ലാർ മാട്ടി, ബംഗ്ലാറിൻ്റെ മണ്ണ്, ബാംഗ്ലാർ ജൽ, ബംഗ്ലാറിൻ്റെ ജലം, ബാംഗ്ലാർ ബായു, ബംഗ്ലാറിൻ്റെ വായു, ബംഗ്ലാർ ഫൽ, ബംഗാളിൻ്റെ ഫലമൂലാദികൾ, ഇതൊക്കെ കൊണ്ട് പുണ്യം ചെയ്തതാണ് ഈ പ്രദേശം എന്നുള്ള അവിടുത്തെ ദേശീയ ഗാനമാണ് നാഷണൽ സോങ് ഓഫ് ബംഗാൾ. അങ്ങനെ ഒരു നിലയിലേക്ക് ബംഗാൾ തിരിച്ചു വരണം. അതിന് ചെയ്യേണ്ട ഏക 2 കാര്യം അക്രമം അടിച്ച് തകർക്കുക, അയൺ ഹാൻഡ്, അല്ലാതെ മറ്റൊന്നും അവിടെ പറ്റില്ല. അഴിമതി ഇല്ലാതാക്കുക. ഓക്കെ സാർ, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ബംഗാളി ഭാഷയിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ ആശംസകളെന്നൊന്ന് പറയാമോ? আমার বাংলার ভাই বোনেরা, আমার বাংলার মাটি, বাংলার জল, বাংলার বায়ু, বাংলার ফল, पुनः होक सबको सन्मति दे भगवान. चित्तजत भाई सुनो, उच्चजत शीर, ज्ञान जत मुक्तो. ദാറ്റ് ഈസ് എ ബംഗാൾ ഓഫ് അവർ ചോയ്സ്. വളരെ വിദ്യാഭ്യാസമുള്ള, വളരെ നല്ല ട്രാക്ക് റെക്കോർഡുള്ള, കോർപ്പറേറ്റിൽ വളരെ വിജയകരമായി പ്രവർത്തിച്ചിരുന്ന ഒരു മന്ത്രി. അദ്ദേഹം പിന്നെ രാഷ്ട്രീയത്തിൽ വന്നു, മന്ത്രിയായി. അഴിമതിയുടെ പേരിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. അദ്ദേഹത്തിനെ പ്രോസിക്യൂഷൻ സാങ്ഷൻ ചെയ്തത് ഞാനാണ്. ഈ കഴിഞ്ഞ ദിവസം കോടതി പറഞ്ഞു 25,000-ഓളം അധ്യാപകരെ റിക്രൂട്ട് ചെയ്ത അഴിമതിയാണ്. അത് മുഴുവൻ റദ്ദാക്കിക്കൊണ്ട് കോടതി ഉത്തരവിട്ടു. അപ്പോൾ അഴിമതിയുടെ ആഴം എത്രത്തോളമുണ്ട് എന്ന് മനസ്സിലാക്കുന്നതാണ്. മറ്റ് പല കാര്യങ്ങളിലും അഴിമതിയുടെ കാര്യം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ശക്തമായ നടപടി എടുക്കുക തന്നെ ചെയ്യും. അതുപോലെ ഉന്നത വിദ്യാഭ്യാസ കാര്യത്തിൽ അവിടെ യൂണിവേഴ്സിറ്റികളിൽ വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നത് ചാൻസലർ തന്നെയാണ്. ഗവൺമെൻറ് ഇടപെടൽ ഒരിക്കലും ഞാൻ അംഗീകരിക്കാറില്ല. എന്ന് വെച്ച് ഗവൺമെൻറ്റുമായിട്ട് എതിർക്കുക എന്നല്ല. ഗവൺമെൻറ് ആരെങ്കിലും കൊള്ളാവുന്ന അധ്യാപകരെ പറഞ്ഞാൽ അവർ കൊള്ളാവുന്നവരാണെങ്കിൽ എടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഞാൻ കണ്ട ഒരു കാര്യം, ചില പേഴ്സണൽ നോൺ ഗ്രാത്ത ആയിട്ടുള്ള അഴിമതിക്കാരായ പ്രൊഫസർമാരെ വെച്ചിട്ട് സർവകലാശാലയ്ക്കുള്ളിൽ അഴിമതി കാട്ടാനുള്ള ശ്രമം നടക്കുന്നു. അതിനെ ശക്തമായി എതിർക്കുന്നു. അതിൻ്റെ പേരിൽ ചില പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. വൈസ് ചാൻസലറെ തടഞ്ഞു വയ്ക്കുക, ഭീഷണിപ്പെടുത്തുക, ഇതൊന്നും സമ്മതിക്കാൻ പോകുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ 1000-ഓളം കോളേജുകൾ, ഈ കോളേജുകൾക്ക് അഫിലിയേഷൻ വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് കെട്ടിട സൗകര്യം വേണം, അധ്യാപകർ വേണം, ഇൻഫ്രാസ്ട്രക്ചർ വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റൂ. അല്ലാതെ ഇതൊന്നുമില്ലാതെ കുറച്ച് പണം കൊടുത്ത് നേടുന്നൊരു ശൈലി ഇവിടെ ഉണ്ടായിരുന്നു. അത് ഞാൻ നിർത്തി. അതിനെതിരായിട്ട് വലിയ ശക്തമായ നടപടികൾ ഉണ്ടായി. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇത് ഒരാരോപണം മാത്രമാണ്. സർവകലാശാലകളിലെ അഴിമതി ഏതാണ്ട് 3,500 കോടിയോളം ഉണ്ടെന്നാണ് ആരോപിക്കപ്പെടുന്നത്. അതിൻ്റെ വലിപ്പത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. അഴിമതി ഉണ്ട് എന്നൊരു സത്യമാണ്. ഈ അഴിമതി ഞാൻ സമ്മതിക്കുന്നില്ല. അതിനെതിരായിട്ട് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നത്. അങ്ങനെ ആര് ബുദ്ധിമുട്ടുണ്ടാക്കിയാലും നിയമ നടപടി സ്വീകരിക്കും, അറസ്റ്റ് ചെയ്യും, ജയിലിലും. മന്ത്രിയാണ് കാണിക്കുന്നതെങ്കിൽ, ഇപ്പോൾ ഒരു മന്ത്രിക്ക് സംഭവിച്ച ഒരു 2 മന്ത്രിമാർ ജയിലിലാണ്. ഈ 2 മന്ത്രിമാരും ഞാൻ വന്നതിന് ശേഷം അനുമതിയോടെ ജയിലിലായതാണ്. അവരോടുള്ള എതിർപ്പ് കൊണ്ടല്ല, അവരുടെ അഴിമതി. ഇപ്പോൾ വീണ്ടും അഴിമതി രംഗത്ത് വരുന്നു.